2025 +1 പബ്ലിക് എക്സാമിന് ചോദിച്ച മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളുമാണ്. മക്കളെ, ആദ്യത്തെ ചോദ്യം ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ 2A + 4B ഗീവ്സ് പ്രൊഡക്റ്റ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് സൈഡ് നോക്കിയാൽ മതി. ഇവിടെ 2 മോൾ എയും 4 മോൾ ബിയുമാണ് കമ്പൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് 5 മോൾ എയും 6 മോൾ ബിയും തന്നാൽ അതിൽ ആരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നാണ് ചോദ്യം. 2 മോളിന് റിയാക്ട് ചെയ്യാൻ 4 മോൾ ബി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 5 മോൾ എക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ 10 മോൾ ബി ആവശ്യമാണ്. എന്നാൽ ഇവിടെ 6 മോൾസേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ആദ്യം തീർന്നു പോകുന്നത്, കൺസ്യൂം ചെയ്യുന്നത് ബി ആണ്. സോ ലിമിറ്റിംഗ് റിയാക്ടന്റ് is B. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിൽ ആർക്കാണ് ഏറ്റവും ഈസി ആയിട്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ആർക്കാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഏറ്റവും നെഗറ്റീവ് എന്ന് നോക്കിയാൽ മതി. ക്ലോറിൻ ആണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഏറ്റവും നെഗറ്റീവ്. സോ ഏറ്റവും ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. NaCl ഫോം ചെയ്യുന്നത് ക്ലോറിൻ ഗ്യാസും സോഡിയം മെറ്റലും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. കിട്ടുന്ന NaCl ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്ലോറൈഡ് അയോണുകൾക്കും Cl- അയോണുകൾക്കും Na+ സോഡിയം അയോണുകൾക്കും ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടും ത്രൂ സോഡിയം ക്ലോറൈഡ് ഫോർമേഷൻ, വിച്ച് ഈസ് ഓൾസോ കറക്റ്റ്. NaCl ഫോം ചെയ്യുമ്പോൾ Na+ അതിന്റെ ഒരു ഇലക്ട്രോണിനെ Cl ട്രാൻസ്ഫർ ചെയ്യാണ്, Cl- അത് ഗെയിൻ ചെയ്യുകയാണ്. അങ്ങനെ NaCl എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. അവർ സ്റ്റേബിൾ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം കറക്റ്റ് ആണ്, 2ഉം കറക്റ്റ് ആണ്. ആൻഡ് 2 എന്ന് പറയുന്നത് 1ന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, H2Oയുടെ കോൺജുഗേറ്റ് ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് OH- ആണ് H2Oയുടെ കോൺജുഗേറ്റ് ബേസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന സിഗ്മ ബോണ്ടുകളാണ് കൗണ്ട് ചെയ്യേണ്ടത്. കോമ്പൗണ്ട് ഇതാണ് CH. ഞാൻ എല്ലാം ബോണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ട്രിപ്പിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഇതാണ് നമ്മളുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതിലെ സിഗ്മ ബോണ്ടുകൾ നമുക്ക് എണ്ണാം. സിഗ്മ ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. സോ ഇതൊരു സിഗ്മ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ടിൽ 1 സിഗ്മയാണ്, 2 എണ്ണം പൈ ആണ്. ഇതൊരു സിഗ്മ ബോണ്ടാണ്, ഇതൊരു സിഗ്മ ബോണ്ടാണ്, ഇത് സിഗ്മയാണ്. സിഗ്മ 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 സിഗ്മ. സോ മക്കളെ, സിഗ്മ ബോണ്ടുകൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സിഗ്മ ബോണ്ടുകളാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഒരു ട്രിപ്പിൾ ബോണ്ടിൽ 2 പൈ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടിൽ 1 പൈ ബോണ്ടും ചേർത്ത് 3 പൈ ബോണ്ടും ഈ കോമ്പൗണ്ടിൽ പ്രസന്റ് ആണ്.